നമസ്കാരം. ലോകോടീശ്വരൻ ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥയിലുള്ള ടെസ്ല കാറുകളുടെ ആദ്യ ഇന്ത്യൻ ഷോറൂം ഈ മാസം 15-ന് ആരംഭിക്കും. മുംബൈയിലെ ബാന്ദ്രയിലാണ് ഇന്ത്യയിലെ ആദ്യ ഷോറൂം ആരംഭിക്കുന്നത്. ഇതിനായി ചൈനയിലെ ടെസ്ല ഫാക്ടറിയിൽ നിന്ന് 5ഓളം കാറുകൾ എത്തിക്കഴിഞ്ഞു എന്നാണ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു കാറിൻ്റെ വില 27 ലക്ഷം രൂപയിലധികമാകും എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. ടെസ്ലയുടെ ഷോറൂമുകൾ ഇന്ത്യയിൽ ആരംഭിക്കുന്ന വളരെ നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും അത് ഇപ്പോഴാണ് ആരംഭിക്കുന്നത്. ഏറെ വൈകിയാണ് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ അവരുടെ ഷോറൂം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ഒരു സവിശേഷതയുള്ള കാര്യം. ടെസ്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അവരുടെ വാഹന നിർമ്മാണ കമ്പനി സ്ഥാപിക്കുമെന്നൊക്കെ തന്നെ നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇലോൺ മസ്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ച വേളയിലൊക്കെ തന്നെ അദ്ദേഹവുമായി പലതവണ കൂടിക്കാഴ്ച നടത്തിയൊക്കെ തന്നെ ചെയ്തിരുന്നുവെങ്കിലും ഇന്ത്യയിൽ ഏതായാലും അവർ കാർ നിർമ്മാണ ഫാക്ടറി തുടങ്ങാനുള്ള സാധ്യതകൾ നിലവിൽ വിരളമാണ് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം അതേപോലെ വളരെ മോശമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നിരന്തരമായി ഇപ്പോൾ അദ്ദേഹം ഏറ്റുമുട്ടലാണ്. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ അവർ ഒരുമിച്ച് നിൽക്കുകയും അമേരിക്കൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ സമിതിയായ ഡോജിൻ്റെ മുഖ്യ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കുക തന്നെ ചെയ്തിരുന്നു. പിന്നീട് ഇവർ തമ്മിൽ അടിച്ചു പിരിയുകയായിരുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ രണ്ടുപേരും ബദ്ധശത്രുക്കളായി മാറിയിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തമ്മിൽ നിരന്തരമായി വാക്പോരാട്ടം നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ മസ്ക് സ്വന്തമായ രാഷ്ട്രീയ പാർട്ടി രൂപീകരണവും കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി അമേരിക്കൻ സർക്കാരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റുമുട്ടൽ കൂടുതൽ ശക്തമാകാൻ തന്നെയാണ് സാധ്യത. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിൽ ടെസ്ലയുടെ വിവിധ കാറുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിൽ ഏറ്റവും നിലവാരമുള്ള കാറാണ് എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് അവർ തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞപ്പോൾ ടെസ്ല കാറുകൾ യാതൊരു നിലവാരവുമില്ലാത്തതാണെന്നും ലോകത്താരും ഈ കാറ് വാങ്ങുകയില്ല എന്നുമൊക്കെ ട്രംപ് അന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഏതായാലും ഇന്ത്യയിലെ ഈ ടെസ്ലയുടെ ആരാധകർ ഏറെ പ്രതീക്ഷയോട് തന്നെയാണ് കാത്തിരിക്കുന്നത്. ആദ്യ വിൽപ്പന ആർക്കാണ് നൽകുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ഇനിയും വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഒരുപക്ഷേ മുംബൈയിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ബോളിവുഡ് താരങ്ങളോ മറ്റോ ആയിരിക്കുമോ ഇത് ഏറ്റുവാങ്ങുന്നത് എന്നാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ടെസ്ല നേരിടുന്ന വലിയൊരു പ്രതിസന്ധി മറ്റ് പല രാജ്യങ്ങളിലും ഷോറൂമുകൾ ആരംഭിച്ചുവെങ്കിലും പല ഷോറൂമുകൾക്ക് നേർക്കും ആക്രമണങ്ങൾ നടന്നിരുന്നു. ടെസ്ല കാറുകൾ പല സ്ഥലങ്ങളിൽ ആക്രമിക്കപ്പെട്ടിരുന്നു. ചില കാറുകൾ ചിലർ തീയെത്തിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ടെസ്ല നേരിടുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ത്യ പോലെയുള്ള വാഹനങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു രാജ്യത്തേക്ക് അവർ കടന്നു വരുന്നത്. ഇന്ത്യയിൽ നിലവിൽ BMW, മെഴ്സഡസ് ബെൻസും ഉൾപ്പെടെയുള്ള വിദേശ കാർ നിർമ്മാണ കമ്പനികൾ വലിയ തോതിൽ ഇവിടെ നിർമ്മാണവും അതുപോലെ വിതരണവും നടത്തുന്നുണ്ട്. അതുപോലെ ചൈനയിൽ നിർമ്മിച്ച കാറുകളായിരിക്കാം ഒരുപക്ഷെ കൂടുതലായി ഇപ്പോൾ ടെസ്ല ഇന്ത്യയിലേക്ക് എത്തിക്കുക. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കാറുകളൊക്കെ തന്നെ പുറത്തിറങ്ങുമ്പോൾ അവ ബാംഗ്ലൂരിലായിരിക്കും ആദ്യമായി പ്രദർശനത്തിന് എത്തുന്നത്. പക്ഷേ ഇക്കുറി അതിന് ഏറെ വ്യത്യസ്തമായി ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനമായ മുംബൈയിലാണ് അവരുടെ ആദ്യ ഷോറൂം ആരംഭിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഇലോൺ മസ്ക് ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഇന്ത്യയുമായി എന്നും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണ് ഇലോൺ മസ്ക്. പക്ഷേ എന്നാൽ ഇന്ത്യയിൽ അവരുടെ വാഹന നിർമ്മാണ ഫാക്ടറി സ്ഥാപിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് മസ്ക് പിന്നോട്ട് പോയത് എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല.